3 വർഷം മുൻപാണ് ടോണിയുടെ മനസ്സിൽ ഫുഡ് ട്രക്ക് എന്ന ആശയം വരുന്നത്. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവും ആളുകളിലേക്ക് എത്തിക്കണം. ടോണിക്കൊപ്പം എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തായ ജുവലും ചേർന്നതോടെ റീസൈക്കിൾ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്ലാസ്റ്റിക്കായ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് അഥവാ MLP ഉപയോഗിച്ച് നിർമ്മിച്ച എക്കോബൈറ്റ് എന്ന ഫുഡ് ട്രക്ക് പിറന്നു. വേസ്റ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാൽ ഒരു കാലം കഴിഞ്ഞാൽ വീണ്ടും ഇത് ഭൂമിക്ക് ഭാരമാകുമോ എന്ന ചിന്ത ഇരുവർക്കുമുണ്ടായിരുന്നു. ആ സംശയം നീങ്ങിയതോടെയാണ് പുതിയ നിർമ്മാണ രീതി പരീക്ഷിക്കാൻ ഇരുവരും തയ്യാറായത്. ഇതിൽ ആദ്യത്തെ ഒരു കൺസേൺ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ. കാരണം ഞങ്ങളിത് ചെന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ബട്ട് എല്ലാ രീതിയിലും അവർ പറഞ്ഞത് 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം ഇതൊരു രീതിയിലും ഗ്രാനുവൽ ആക്കുന്നില്ല. ഇത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് പീസസ് ആക്കിയിട്ട് ദെൻ അത് പ്രസ് ചെയ്ത് നമുക്ക് ബോട്ട്സ് ആയിട്ട് വരുവാണ്. അത് പിന്നെയും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെയും ബോട്ട്സ് ആക്കാൻ സാധിക്കും. സാധാരണ ഫുഡ് ട്രക്കുകളുടെ നിർമ്മാണ തുകയേക്കാൾ കുറഞ്ഞ ചെലവിലാണ് എക്കോബൈറ്റ് നിർമ്മിച്ചതെന്ന് ടോണിയും ജുവലും സാക്ഷ്യപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ആയതിനാൽ തീ പിടിക്കുമെന്ന ആശങ്കയും വേണ്ട. തുരുമ്പ് പിടിക്കാത്തതിനാൽ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും.